നമസ്കാരം. ചെങ്കടലിൽ അണയാതെ അഗ്നിഗോളം. ഇറാനിലുടൻ അമേരിക്ക മിസൈൽ പൊട്ടിക്കും. ട്രംപും ഇറാനും നേർക്ക് കൊമ്പുകോർക്കുമ്പോഴും ഗൾഫ് കടലിൽ അണയാതെ അഗ്നിഗോളങ്ങൾ തീരുകയാണ്. US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്ന് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 11,000-ലധികം വരുന്ന കപ്പൽ ജീവനക്കാരെ അന്താരാഷ്ട്ര സമുദ്രോദ്യോഗ സംഘടന സുരക്ഷിതമായി പുറത്തെത്തിക്കുവാനുള്ള നടപടികളിലേക്ക് പോകും. മേഖലയിലെ തീരദേശ രാജ്യങ്ങളായിട്ടുള്ള ഒമാൻ, UAE, ഇറാൻ എന്നിവരുടെയും കപ്പൽ വ്യവസായ രംഗത്തെ പ്രമുഖരുടെയൊക്കെ സഹകരണത്തോടെ ആയിരിക്കും ഇത്തരത്തിലൊരു വലിയ രക്ഷാപ്രവർത്തനം നടത്തുകയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സുരക്ഷിതമായിട്ടുള്ള കപ്പൽ ഗതാഗതത്തിന് ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളും ഉറപ്പുകളും ഒക്കെ ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ആഴ്ച താൽക്കാലികമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചിരുന്നുവെങ്കിലും ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെ ചൊല്ലി US-ഉം ഇറാനും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ് എന്ന്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യുദ്ധം അവസാനിക്കുന്നില്ല, ഈ യുദ്ധത്തിന് ഒരു അന്തിമമായിട്ടുള്ള വിരാമം ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇറാന്റെ ആണവായുധ പദ്ധതികൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന വ്യവസ്ഥ ധാരണാപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് US വാദിക്കുന്നു. എന്നാൽ ഇറാൻ അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഭാവിയിൽ ഇറാൻ ഉയർന്ന തലത്തിലുള്ള ആണവ പരിശോധനകൾ പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇത് ആണവ സുതാര്യത ഉറപ്പാക്കുമെന്നും ഒക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെയൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ട്രംപിന്റെ പ്രസ്താവന പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് കഴിഞ്ഞ വർഷം US-ഉം ഇസ്രായേലും ബോംബാക്രമണം നടത്തിയ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ പരിശോധന നടത്താൻ അന്താരാഷ്ട്ര ഏജൻസി അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി എന്തായിരിക്കും മുന്നോട്ട് പോവുക? ഈ ചർച്ചകൾ കൊണ്ട്, ഈ ഉടമ്പടികൾ കൊണ്ട്, ഇത്തരത്തിലുള്ള സമാധാന കരാറുകൾ കൊണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ തങ്ങളുടെ ആഭ്യന്തര ജനവിഭാഗത്തെ തൃപ്തിപ്പെടുത്തുവാനാണ് ഇറാൻ ഭരണകൂടം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നും അണവായുധ പദ്ധതികളുടെ അവശിഷ്ടങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന നടത്തുവാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ സമ്മതിച്ചതാണെന്നൊക്കെ US-ന്റെ, അതായത് അമേരിക്കയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ട്. തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും രക്ഷാപ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് UN-ന്റെ തീരുമാനമെന്ന് പറയും. അതേസമയം തങ്ങളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് ആരുമായിട്ടും ഒരു സാഹചര്യത്തിലും ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെയാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു നിലപാട് കടുപ്പിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നും അവ ധാരണാപത്രത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുമാണ് പാക് പ്രധാനമന്ത്രിയായ ഷെഹ്ബാസ് ഷെരീഫും വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചത്. അപ്പോൾ ഇക്കാര്യത്തിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയാണ് ഇറാനുമായിട്ടുള്ള പുതിയ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്തതിനായിട്ട് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. ഈ സമയത്ത് UAE-ലെത്തിയ അദ്ദേഹമാണ് ഇപ്പോൾ കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര ജലപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ട്രോൾ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കത്തിനെതിരെ റൂബിയോ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാന് നൽകി കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു രാജ്യത്തിനും ഇത്തരം പൊതുജലപാതകളിൽ നികുതിയോ ഫീസോ ഈടാക്കാൻ അവകാശമില്ല എന്നും മേഖലയിലെ മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ ഈ നിലപാടിനോട് യോജിക്കുമെന്നും റൂബിയോ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ ഹോർമൂസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ കുടുങ്ങിക്കിടക്കുന്ന നാവികരെ അടക്കം സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാനാവൂ. മാസങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് നിരപരാധികളായിട്ടുള്ള നാവികളുടെ മോചനത്തിന് ഈ സമാധാന കരാർ വഴി തുറക്കുമെന്ന് IMO മേധാവിയൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും അകലെ തന്നെയാണ് ആ സമാധാനം എന്ന് പറയപ്പെടുന്നത്. സമുദ്ര സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനും സിവിലിയൻ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് അവസാനിപ്പിക്കുന്നതിനും ഈ നീക്കം നിർണായക ഘട്ടമാകുമെന്നൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഒമാൻ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കടലിടുക്കിലൂടെ 2 താൽക്കാലിക പാതകൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ടുകളിലൂടെ കടന്നു പോകേണ്ട കപ്പലുകൾ വ്യക്തിഗതമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം മേഖലയിൽ നിന്ന് സുരക്ഷിതമായിട്ട് പുറത്തു കടക്കുന്ന കപ്പലുകളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ ദൈനംദിന റിപ്പോർട്ട് അത് IMO പുറത്തുവിടുകയും ചെയ്യും. അങ്ങനെ യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 ശേഷം ഇറാൻ ഈ കടലിടുക്ക് അടച്ചത് കാരണം ഏകദേശം അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് ഏകദേശം $100 മുകളിലേക്ക് കുതിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ഇപ്പോഴും 200-ലധികം എണ്ണ കപ്പലുകൾ കടലിടുക്കിനുള്ളിൽ പുറത്തു കടക്കാനാകാതെ കാത്തു കിടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് അവിടെ കിട്ടുന്നത്. ഇവിടെ ട്രോള് പിരിക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന ഇറാനും അത് നൽകരുത് എന്ന് പറയപ്പെടുന്ന അമേരിക്കയും തന്നെ ഇത്തരത്തിലുള്ള വിരുദ്ധ ചേരികളിലേക്കാകുന്നു, വിരുദ്ധ അഭിപ്രായങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇനി ഏത് നിമിഷം വേണമെങ്കിലും അത്തരത്തിലൊരു മിസൈൽ പൊട്ടിക്കാവുന്ന തലത്തിലേക്ക് അമേരിക്ക എത്തുന്നു. ഇറാനെ തകർക്കുക എന്നത് ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം കൂടിയാണ്. ഇറാന്റെ ആണവ കരാറുകൾ അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങളെ തകർത്തെറിയുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അമേരിക്കയുടെ യാത്രയാണ്. അതിന് ഇസ്രായേലും കൂട്ടാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോഴും ഈ ചെങ്കടലിൽ അഗ്നിഗോളങ്ങൾ അണയാതെ കത്തിത്തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാൻ അടക്കമുള്ളവർ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗൾഫ് മേഖലകളിൽ തന്നെ ആകട്ടെ, ബാക്കിയുള്ള UAE-യിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും
കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലും ഏത് നിമിഷം വേണമെങ്കിലും ഇത്തരത്തിലൊരു മിസൈൽ പൊട്ടിക്കുവാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് ഇറാനും തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒപ്പം തന്നെ ഇറാന്റെ ആ പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പൊട്ടിച്ചുകൊണ്ട് ഇറാനെ തകർത്തെറിയുക എന്നൊരു ലക്ഷ്യം, അതിലേക്ക് എത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപിന്റെ അമേരിക്കയും.